ശ്രീജിത്ത്, ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അവിടുത്തെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം കാരണമാണല്ലോ. അതിൽ ഭാരതം നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. അത് വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, അവിടെ പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് അതിർത്തിയിലേക്ക് നിരീക്ഷണം ശക്തമായിരുന്നു. ഒരുപക്ഷെ ലോകമെമ്പാടും മാറുന്ന രാഷ്ട്രീയ സാഹചര്യം, നേതൃമാറ്റങ്ങൾ, അതൊക്കെ കൊണ്ട് ബംഗ്ലാദേശ് നേരിട്ടൊരു ആക്രമണത്തിന് മുതിരുമെന്ന് വിശ്വസിക്കുക വയ്യ. പക്ഷെ അങ്ങനെയാണെങ്കിലും അവിടുത്തെ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളും ഒപ്പം തന്നെ ഈ കള്ളക്കടത്ത് സംഘങ്ങളും ഒക്കെ സജീവമാകുന്നതായും അതിർത്തി കടന്നു നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായൊക്കെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണണം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളം നമ്മൾ കണക്കാക്കണം? ഒന്ന്, ലക്ഷ്മി പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലത്തേക്കുള്ള പെർസിക്യൂഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ചരിത്രത്തിലുള്ള ഒരു പ്രതിഭാസമല്ല, അതിപ്പോഴും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ അവിടെ നിന്ന് നിഷ്കാസിതയായ പഴയ അവിടുത്തെ അധികാര സ്ഥാനത്തുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന എങ്ങനെയാണ് പുതിയ ഭരണകൂടത്തിനെ അവർ വിമർശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മുഹമ്മദ് യൂനിസിനെ എങ്ങനെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് തന്നെയല്ല, അവരെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിനെ നയിക്കുന്നത് പോലും മുഹമ്മദ് യൂനിസ് ആണ് എന്ന അർത്ഥത്തിൽ ഇവർ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനമാണ്. ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനത്തിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു പ്രത്യേക റീസൺ ഉണ്ടായിരുന്നു. പക്ഷേ ആ റീസൺ ജസ്റ്റിഫൈഡ് ആയിരുന്നു എങ്കിൽ പോലും അതിൻ്റെ മാർഗ്ഗങ്ങൾ ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല. അവസാനം അത് ന്യൂനപക്ഷ വിരുദ്ധത എന്ന രീതിയിലത്തേക്ക് വന്നു. അങ്ങനെ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലത്തേക്കുള്ള കലാപം ഉണ്ടാകുന്നു. അതിൽ തന്നെ ഇന്ത്യ വിരുദ്ധത വളരെ പ്രകടമായിരുന്നു. നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള തീരുമാനങ്ങൾ, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ തന്നെ അവിടെ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മതപരമായിട്ടുള്ള കാരണങ്ങൾ പോലും അതിൻ്റെ പിന്നിലുണ്ടാകും. കാരണം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷങ്ങളെന്നും നമ്മുടെ രാജ്യത്തിന് ചരിത്രപരമായി അവരുടെ ആ ലാൻഡിലുള്ള പല കാര്യങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതുമൊക്കെ തന്നെ നമുക്കറിയാം. പാർട്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് പോലും ഇരു രാജ്യങ്ങളിലും, ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള ന്യൂനപക്ഷങ്ങളെ അതാത് രാജ്യങ്ങളിലുള്ള സർക്കാരുകൾ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പൊക്കെ തന്നെ കരാർ വഴി നമ്മുടെ രണ്ട് രാജ്യങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തന്നെ അന്ന് എഗ്രി ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്ന് പാകിസ്ഥാൻ്റെ കൂടി ഭാഗമായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ചരിത്രപരമായിട്ട് തന്നെ ഒരു സ്റ്റേക്ക് ഇന്ത്യക്കുണ്ട്, ഒരു കരാർ പ്രകാരമുള്ള ഒരു സ്റ്റേക്ക് ഇന്ത്യക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വലിയ സംഘർഷങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ തന്നെ പ്രതികരിക്കുന്നത് പോലും. അവിടെയുള്ള ആൾക്കാരുടെ ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തണമെന്ന് പറയുന്നതിൻ്റെ കോൺടെക്സ്റ്റ് അതാണ്. അപ്പോൾ നമ്മളോട് മിണ്ടാതിരിക്കും, നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നൊക്കെ ബംഗ്ലാദേശ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ചരിത്രപരമായിട്ട് ഇന്ത്യക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ട്. കാരണം ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു മദർ കൺട്രി എന്നൊക്കെ പറയാവുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള ഒരു വിഷയം മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രശ്നം അതൊരു കലാപമായി മാറുന്നു. ആ കലാപം മൈനോറിറ്റീസിന് അഗെയിൻസ്റ്റ് ആകുന്നു, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരാകുന്നു, അത് ഇന്ത്യക്കും എതിരാകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഈ വിദേശ നിർമ്മിത ഡ്രോണുകളും മറ്റും നമ്മുടെ അതിർത്തിയിൽ കൊണ്ട് വിന്യസിക്കുകയും അത് വെച്ചിട്ടുള്ള സർവൈലൻസ് പരിപാടികളിലേക്കൊക്കെ ബംഗ്ലാദേശ് പോവുകയും ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകളാണോ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ അങ്ങനെയുള്ള റിപ്പോർട്ടുകളുണ്ട് എന്നും അത് ടർക്കിഷ് മെയ്ഡ് ആണ് എന്നും അതിൻ്റെ പേര് സഹിതം, അതിൻ്റെ മേക്ക് സഹിതം വിവരങ്ങളൊക്കെ തന്നെ പല വാർത്താ ഏജൻസികളും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഔദ്യോഗിക പ്രതികരണം ഞാൻ കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് കണ്ടില്ല. പക്ഷേ അതേസമയം മുമ്പ് നമ്മുടെ സുരക്ഷാ സേനകളിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ, ഇൻ്റലിജൻസിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ, ഇവരെയൊക്കെ പല മാധ്യമ സ്ഥാപനങ്ങളും സമീപിച്ച് ഈ വിഷയത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണ് എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇന്ത്യ ടുഡേ പോലെയുള്ള പല മാധ്യമങ്ങളും അവർക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആയിരിക്കും, അവർ അത് ഒക്കെ തന്നെ വന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ ലക്ഷ്മി പറഞ്ഞു തുടങ്ങിയതുപോലെ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഒരു പദ്ധതി ബംഗ്ലാദേശ് തയ്യാറാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഇല്ല. കാരണം അവരുടെ സൈനിക ശേഷിയും നമ്മുടെ സൈനിക ശേഷിയും ഒക്കെ തന്നെ കമ്പയർ ചെയ്താലോ, അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ സ്ഥിരത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ഭരണത്തിലുള്ള സ്ഥിരത, ഇതൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാലോ ഒന്നും തന്നെ ഇന്ത്യയെ ആക്രമിച്ച് പരാജയപ്പെടുത്താനൊന്നും ഒരിക്കലും കഴിയില്ല. ആക്രമിക്കുന്ന കാര്യം പോലും സത്യത്തിൽ ബംഗ്ലാദേശിന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ബംഗ്ലാദേശിന് പിന്നിൽ മറ്റ് രാജ്യങ്ങളുണ്ട് എന്ന കാര്യം അറിയാം. പക്ഷേ ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യം നമ്മുടെ രാജ്യവുമായിട്ടൊരു യുദ്ധത്തിലേക്ക് വന്നാൽ അതിന് പിന്നിലുള്ള ആൾക്കാർക്ക് പിന്നിൽ നിന്നുകൊണ്ട് സഹായം കൊടുക്കാനായിട്ട് മാത്രം സാധിക്കില്ല.
മുൻനിരയിലേക്ക് വന്നേ കഴിയുള്ളൂ. കാരണം അത്രത്തോളം സൈനിക ശക്തി കുറവുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. സാങ്കേതികമായിട്ടാണെങ്കിലും അവരുടെ ശക്തി എന്ന് പറയുന്നത് കുറച്ച് പിറകിലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊന്നും തന്നെ അവർ പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ താല്പര്യം ഇതിലുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ബൈലാറ്ററൽ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ ഉത്സുകരായിട്ടുള്ള പല ആൾക്കാരും നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ സ്ഥാപനങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട്, അവിടെ ഒരു ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധത അവിടെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇതിനെ ഒരു അവസരമാക്കി ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുറച്ച് എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് വളരെ ഒതുക്കത്തിൽ കഴിയുകയായിരുന്നു. അവർക്ക് തലപൊക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ കുറച്ചുകൂടി ശക്തി അവർ പ്രാപിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിരീക്ഷണമുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അതിർത്തികളിൽ ഇവരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് എന്നും, ഇങ്ങനെയുള്ള പല മിലിറ്റൻ്റ് ഫോഴ്സുകളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുകയും അവിടെ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കപ്പെടുകയും നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രകടനങ്ങൾ, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അവർ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഈ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ശരിക്കുള്ള ഭീകരവാദികളും ടെറർ ഗ്രൂപ്പുകളും അതിലുണ്ട്. അതേപോലെ തന്നെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒക്കേഷനാണിത്. കാരണം അവർക്ക് കൂടുതൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരൊരു പക്ഷേ നിയമത്തിന് മുന്നിൽ വരില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കാം. ഈ പ്രദേശത്ത് തന്നെ ഈ പറയുന്ന പോലെ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ, അതിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാം. ഇങ്ങനെയുള്ള കുറേയധികം അനുകൂല ഘടകങ്ങൾ ഇത്തരത്തിലുള്ള ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ടെറർ ഗ്രൂപ്പുകൾക്കോ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള പല നീക്കങ്ങളും അവിടെ നടക്കാം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇനി ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാരാണ് അതെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ ഇത്തരത്തിലുള്ള താല്പര്യമുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡ്രോൺ വഴിയുള്ള സർവൈലൻസോ അല്ലെങ്കിൽ അതിർത്തിയിൽ സൈനിക ബലം കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നത് വേണമെങ്കിൽ അവർക്ക് പരിഗണിക്കാം. പക്ഷെ അതൊരിക്കലും പരമാവധി എന്തെങ്കിലും നമ്മൾ ഈ സ്കെർമിഷസ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിലത്തേക്ക് വരാമെന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല. അത്ര പോലും വരുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ആ രീതിയിലത്തേക്ക് പ്രത്യക്ഷമായിട്ടൊരു സ്ട്രഗിളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അങ്ങനെയാണ് എന്ന് കരുതി, ബംഗ്ലാദേശ് ഒരു ചെറിയ ശക്തിയാണ് എന്ന് കരുതി, അവരുടെ പിന്നിൽ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് പുറത്തു വരാൻ കഴിയില്ല എന്ന് കരുതി അങ്ങനെ വെറുതെ ഒരു ലാഘവത്തോടു കൂടി ഇതിനെ എടുക്കാൻ നമ്മുടെ രാജ്യത്തിനും കഴിയില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു സ്വതന്ത്ര സോവറിൻ രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊരു നീക്കവും ബോർഡറിലുണ്ട് എങ്കിൽ, അത് വലിയ രാജ്യമാണെങ്കിലും ചെറിയ രാജ്യമാണെങ്കിലും, അത് ഭൂട്ടാൻ ആയാലും പാകിസ്ഥാൻ ആയാലും, നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അലേർട്ടാവുക, നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് റിവ്യൂ ചെയ്യുക, അതിൽ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിനൊരു ചെറിയ ഇൻഫർമേഷൻ മാത്രം മതി, അത് കൂടുതൽ ആധികാരികമാകുക പോലും വേണ്ട. പക്ഷേ സൈന്യത്തിനോട് അലേർട്ടായിരിക്കാനായിട്ട് ആവശ്യപ്പെടുക. അവർ ചെയ്തിരിക്കുന്നതിന് പകരം ഒരു കൗണ്ടർ ഡ്രില്ല് നമ്മൾ നടത്തുക. നമ്മളിവിടെ നമ്മുടെ സൈനിക ശക്തി അവർക്ക് കൂടി തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു ടിറ്റ് ഫോർ ടാറ്റ് പോലെ തന്നെ നമ്മുടെ ഒരു ഡ്രില്ല് കൂടി അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ചൈനയിൽ നടന്നിട്ടുണ്ട്, ചൈനയുടെ ബോർഡറിൽ നടന്നിട്ടുണ്ട്, ഇത് പാകിസ്ഥാൻ്റെ ബോർഡറിൽ നടന്നിട്ടുണ്ട്. ഏതൊക്കെ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ആയുധം ഉപയോഗിക്കില്ല എന്നുള്ള കരാർ നിലനിൽക്കുന്ന ഗാൽവൻ വാലി പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കായികമായിട്ടുള്ള ശക്തി ഉപയോഗിക്കേണ്ടുന്ന സ്ഥലത്ത് അതും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് കുഞ്ഞു രാജ്യമാണ്. നമ്മുടെ സൈനിക ശക്തിയുടെ 10-1 എന്നല്ല കരുതുക. മറിച്ച് നമ്മുടെ സൈന്യത്തിനെ അലേർട്ടാക്കുന്നതിനും അവിടത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ എത്തിക്കുന്നതിനും നമ്മുടേതായിട്ടുള്ള ഒരു മിലിറ്ററി ഡ്രിൽ അവിടെ നടത്തുന്നതിനും ഈ ബോർഡർ ഏരിയാസ് എല്ലാം തന്നെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമെന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ ഇനി ഇത് കൂടുതൽ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന രീതിയിലത്തേക്കുള്ള ആശങ്കയുടെ അടിസ്ഥാനമില്ല. പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി വലുതോ ചെറുതോ ആയിട്ടുള്ള ഏതൊരു നീക്കമുണ്ടായാലും ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് കൊടുക്കും. അത് വളരെ വിജിലൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യം എല്ലായ്പ്പോഴും ചെയ്യേണ്ടതാണ്. അത് നിശ്ചയമായിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുക വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ടാകും. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നിരീക്ഷിക്കും. ഒപ്പം ഈ പറഞ്ഞതുപോലെ സൈന്യം അലേർട്ടാകും, കൂടുതൽ ആൾക്കാർ അവിടെ വരും, കൂടുതലായിട്ടുള്ള മിലിറ്ററി ഡ്രില്ലുകളൊക്കെ അവിടെ നടക്കും. അതിനപ്പുറത്തേക്ക് അവിടെ വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് സുസ്ഥിരതയുള്ള ഒരു സർക്കാർ അല്ല എങ്കിൽ പോലും ഈ രീതിയിലത്തേക്കുള്ള ഒരു അബദ്ധം
ബംഗ്ലാദേശ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ അവർ കാണിച്ചിട്ടുള്ള പല വിഡ്ഢിത്തങ്ങളുണ്ട്. പക്ഷേ ആ വിഡ്ഢിത്തങ്ങളിൽ നമ്പർ 1 എന്ന് റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലത്തേക്ക് അത് മാറും. ആ രീതിയിലത്തേക്ക് അവർ പോവുകയും ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനം അവർ എടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആത്യന്തികമായി സംഭവിക്കുക എന്ന് കരുതിയാൽ പോലും ലൈറ്റായിട്ട് ഒരു നീക്കവും എടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ മാത്രമുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അലേർട്ട് ആവുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതി നമ്മൾ എന്തായാലും സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.